Greetings from Kindergarten at Bethesda in the matchless name of our Lord and Savior Jesus Christ. പുതുതായി ജനിക്കുക അഥവാ വീണ്ടും ജനിക്കുക എന്നാൽ എന്താണ്? What does it mean to be born anew? Or what does it mean to be born again? യേശുക്രിസ്തുവിന് മുമ്പ് ദൈവത്തെപ്പറ്റി ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ദൈവം വളരെയധികം കോപിക്കുന്നവനും ശിക്ഷിക്കുന്നവനുമൊക്കെയാണ് എന്നായിരുന്നു. എന്നാൽ യേശുക്രിസ്തു സാക്ഷാൽ ദൈവത്തെ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്വഭാവം, ആട്രിബ്യൂട്ട്സ്, സവിശേഷതകൾ ഇവ യേശുക്രിസ്തു വെളിപ്പെടുത്തി. വിശുദ്ധ ബൈബിളിൽ സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 11 വേഴ്സ് 27b, സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സസ് 7 to 10 ഇവിടെയെല്ലാം യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയതായി നാം വായിക്കുന്നു. എന്തിനാണ് യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്? ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും താൻ നിർമ്മിച്ച ജനങ്ങളെ, മനുഷ്യരാശിയെ ദൈവം സ്നേഹിച്ചു. അവർ പാപത്തിൽ നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമായിരുന്നില്ല. അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കണം. തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി മരിക്കുവാനായിരുന്നു. യേശുക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപം തന്മേൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ ബലിയായി മാറി. അവൻ മരിച്ചു, കബറടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഇന്നും അവൻ മഹിമയിൽ ജീവിക്കുന്നു. ഈ യേശുക്രിസ്തു ചെയ്ത ഈ രക്ഷണ്യ പ്രവൃത്തി ആര് വിശ്വസിക്കുന്നുവോ, ആരവനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവൻ ചെയ്ത ഈ പ്രവൃത്തി വായ്കൊണ്ട് ഏറ്റുപറയുന്നുവോ, ആര് യേശുവിനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിക്കുന്നുവോ, ഏറ്റുപറയുന്നുവോ, അവന് നിത്യജീവനുണ്ട്. അവൻ ഒരിക്കലും നശിച്ചു പോകുകയില്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്. എന്നാൽ വീണ്ടും ജനിക്കുക എന്ന കാര്യം യേശുക്രിസ്തു തന്നെയാണ് പറഞ്ഞത്. നിക്കോദീമോസ് എന്ന ഒരു പരീക്ഷ പ്രമാണിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് യേശു ഇത് പറഞ്ഞത്. അത് നാം വായിക്കുന്നത് സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 1 through 10 വായിക്കാം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദീമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു. അതായത് തീർച്ചയായും ഞാൻ നിന്നോട് പറയുന്നു. Jesus replied, with all the earnestness I possess, I tell you this, unless you are born again, you can never get into the kingdom of God. നിക്കോദീമോസ് യേശുവിനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജീസസ് replied, what I am telling you so earnestly is this, unless one is born of water and the Spirit, he cannot enter the kingdom of God. Verse 6, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ ആശ്ചര്യപ്പെടരുത്.
കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു. നിക്കോദീമോസ് യേശുവിനോട് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? ഇവിടെ ഒരു ജനനത്തെ പറ്റി യേശു സംസാരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിൽ വളരെ നിർണായകമായ ഒരു കൺസെപ്റ്റാണ് പുതുതായി ജനിക്കുക അഥവാ വീണ്ടും ജനിക്കുക എന്നത്. ടു ബി ബോൺ ന്യൂ. ഇത് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്ന നിക്കോദീമോസിന് പോലും ഇക്കാര്യം പിടികിട്ടിയില്ല. ബോൺ അഗെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബോൺ ഫ്രം അബവ് എന്നും കൂടെയാണ്. ഉയരത്തിൽ നിന്ന് ജനിക്കുക അഥവാ ദൈവത്തിൽ നിന്ന് ജനിക്കുക. ബോൺ ഫ്രം അബവ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിങ് ഗോഡ്. യേശു നിക്കോദീമോസിനോട് സംശയലേശമെന്നെ പറയുന്നു, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവും ആത്മാവിനാൽ ജനിക്കുന്നത് ആത്മാവുമാവുന്നു എന്ന്. നമുക്കറിയാം, മാതാപിതാക്കളിൽ നിന്നും ജനിക്കുന്ന ഒരു കുട്ടിക്ക് അവരുടെ സ്വഭാവ ഗുണങ്ങളാണ് കിട്ടുന്നത്. അതുപോലെ എ ചൈൽഡ് ഓഫ് ഗോഡ് അഥവാ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവ പൈതൽ നിസ്സാരനല്ല, വലിയവനാണ്. കാരണം ദൈവത്തിൻ്റെ സ്വഭാവമാണ് അവനിലേക്ക് പകരപ്പെടുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തൻ്റെ മാതാവ് സഹിക്കുന്ന വേദനയും അനുബന്ധ കഷ്ടപ്പാടുകളും വളരെയാണ്. അതുപോലെ ദൈവപൈതലായി ഒരു വ്യക്തി മാറ്റപ്പെടുന്നതിന് യേശുവിൻ്റെ കാൽവറിയിലെ ക്രൂശ് മരണവും അതോടനുബന്ധിച്ചുള്ള പങ്കപ്പാടുകളും വളരെയായിരുന്നു. അതെല്ലാം യേശുക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശമരണവും പുനരുത്ഥാനവും വിശ്വസിച്ച് ഏറ്റുപറയുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഒരു പുതുമനുഷ്യനെ അഥവാ ദൈവ പൈതലിനെ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. സെയിൻറ്റ് ജോൺ 3:36. അതിനാൽ വീണ്ടും ജനനം എന്നത് ഒരാൾ നിത്യജീവനുള്ള ഒരു ദൈവ പൈതലായി മാറുന്നതത്രേ. ഒരു ദൈവ പൈതൽ പഴയ മനുഷ്യനെ അഥവാ തൻ്റെ പഴയ ജീവിതശൈലിയും തിന്മപ്പെട്ട സ്വഭാവങ്ങളും എല്ലാം ഉപേക്ഷിക്കുന്നു. വീണ്ടും ജനനം അതുകൊണ്ട് തന്നെ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്, എ കൺവേർഷൻ എക്സ്പീരിയൻസ്. യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനും കർത്താവുമായി വിശ്വസിച്ച് സ്വീകരിക്കുന്നവൻ ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഭവത്തിലായിരിക്കുന്നു. ഇവിടെ വേഴ്സ് 5 യേശു പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിക്കുന്ന ഭൗതിക ജനനത്തെയാണ് വെള്ളത്താൽ ജനിക്കുക എന്നത് അർത്ഥമാക്കിയിരിക്കുന്നത്. ഫ്ലഷ് ഗീവ്സ് ബർത്ത് ടു ഫ്ലഷ്. ഫിസിക്കൽ ബർത്ത് ആണത്, ദ നാച്ചുറൽ ബർത്ത് പ്രോസസ്. ജനിക്കാത്ത ഒരാളിന് വീണ്ടും ജനിക്കാൻ പറ്റില്ലല്ലോ. ഹി ഓർ ഷീ ഹു ഹാസ് നെവർ ബീൻ ബോൺ കനോട്ട് ബി ബോൺ അഗെയിൻ. ഈ ഭൂമിയിലെ ജീവിതത്തിന് നാം മാതാവിലൂടെ വെള്ളത്താൽ ജനിച്ചു എങ്കിൽ ദൈവരാജ്യ പ്രവേശനത്തിന് നാം ആത്മാവാകുന്ന ദൈവത്താൽ ജനിക്കണം. നമുക്കറിയാം, ബാപ്റ്റിസത്തിൽ നാം യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളോടും ക്രൂശമരണത്തോടും ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നാം പങ്കാളികളായി തീരുകയാണ് ചെയ്യുന്നത്. അതുപോലെ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുമ്പോൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ നാം പങ്കാളികളായി മാറുകയാണ് ചെയ്യുന്നത്. അതുമായി നാം ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിക്കോദീമോസിനെ പറ്റി പറയുകയാണെങ്കിൽ, നിക്കോദീമോസ് വിദ്യാസമ്പന്നനായ ഒരു യഹൂദ പരീശനും ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ഒരു റബിയുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു വിശ്വാസിയുള്ള പിതാവായ അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽ യഹൂദനായി ജീവിച്ചാൽ ലഭിക്കുന്നതല്ല ഈ ദൈവരാജ്യവും അതുപോലെ വീണ്ടും ജനനവും എന്നുള്ളത്. അതിന് യേശുമിശിഹായുടെ രക്ഷണ്യ പ്രവൃത്തികളിലുള്ള വിശ്വാസം അത്യാവശ്യമാണ്.
ഇക്കാര്യം നിക്കോദീമോസിന് അറിയില്ലായിരുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ പഴയ മനുഷ്യന്റെ റീജനറേഷൻ സാധ്യമാകുകയുള്ളൂ. As individuals, we need to be redeemed and spiritually transformed, refashioned and remade through God's saving grace and His eventual death on the cross. അതാണ് നിക്കോദീമോസിനെ പോലെ യേശുവിനെ സ്വീകരിക്കാത്തവരും മനസ്സിലാക്കേണ്ടത്. ദൈവമക്കളായി തീർന്ന പുതുമനുഷ്യർ പുതിയ ഇസ്രായേല്യരാണ്. അതായത് മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന് കനാൻ നാട്ടിൽ വന്ന ഇസ്രായേല്യർ അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങിയതുപോലെ മോശയേക്കാൾ ശ്രേഷ്ഠനായ യേശു വന്നപ്പോൾ അവനിലുള്ള വിശ്വാസത്താൽ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ ദൈവരാജ്യത്തിന് അർഹരാകുകയാണ് ചെയ്തത്. അവിടെ അവർ ദൈവരാജ്യത്തിലാണ് ജീവിക്കുന്നത്. യേശുവിൻ്റെ ജീവനിൽ അവർ പങ്കാളികളായി തീർന്നിരിക്കുകയാണ്. ജീവന്റെ പുതുക്കത്തിൽ അവർ നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വേഴ്സ് 8 മറ്റൊരു കാര്യം കൂടെ പറയുന്നു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു, നിങ്ങൾ അതിൻ്റെ ശബ്ദം കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നോ ആരും അറിയുന്നില്ല എന്ന് യേശു പറയുന്നു. ആത്മാവിനാൽ ജനിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. എന്താണിത് സഹോദരങ്ങളെ? ഇതൊരു രഹസ്യമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ കണ്ണിന് കാണാവതല്ല, നമ്മുടെ ദൃഷ്ടിക്ക് അത് ഗോചരമല്ല. കാറ്റിനെ നമുക്ക് കാണുവാൻ കഴിയില്ല. കാറ്റിനെ പറ്റി എന്തെങ്കിലും മുൻകൂട്ടി പറയാനും പറ്റില്ല. അതുപോലെ തന്നെയാണ് വീണ്ടും ജനനത്തിനായി ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് അവിടെ പരിവർത്തനം ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയില്ല. നമുക്കത് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ പറ്റില്ല. The work of the Holy Spirit isn't something we can completely understand. നമുക്ക് അത് അഗോചരമാണെങ്കിലും പരിശുദ്ധാത്മാവ് നിശബ്ദമായി ഗ്രാജ്വലി സ്ലോലി ഈ വ്യക്തികളിൽ പരിവർത്തനം നടത്തുന്നു. Holy Spirit changes the whole person. വീണ്ടും ജനനത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. Bye for now. We shall meet with yet another episode on Kindergarten at Bethesda. I bless you in Jesus' name. Amen.